ഹലോ ഗായ്സ്, നമ്മളിന്ന് കണ്ണൂരാണുള്ളത്. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ മുത്തപ്പനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം പോകേണ്ടതെന്ന് പറഞ്ഞാൽ കുന്നത്തൂർപ്പാടി അമ്പലത്തിലേക്കാണ്. കാരണം ഈ ഒരു ഡിസംബർ ജനുവരി മാസം മുത്തപ്പൻ ഇരിക്കുന്നത് കുന്നത്തൂർപ്പാടിയിലാണ്, പറശ്ശിനിക്കടവിലല്ല. സാധാരണ എല്ലാവർക്കും പറശ്ശിനിക്കടവിൻ്റെ കാര്യം അറിയത്തുള്ളൂ. കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ഈ കുന്നത്തൂർപ്പാടി അമ്പലത്തിനെ കുറിച്ച് അറിയുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ നിലവിൽ പ്രോപ്പർ കണ്ണൂരുണ്ട്. ഇനി ഇവിടുന്ന് കുന്നത്തൂർപ്പാടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട്. ബസ്സിൽ പോകേണ്ടവർക്ക് ബസ്സിൽ പോകാം, എങ്ങനെ വേണമെങ്കിലും അങ്ങനെ പോകേണ്ടവർക്ക് പോകാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിലാണ് പോകുന്നത് കുന്നത്തൂർപ്പാടി. അപ്പം നമുക്ക് അവിടെ ചെന്നിനി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എങ്ങനെ പോയാലോ ഗൈസ്? അപ്പം കമോൺ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ബസ് കയറി. ഡയറക്റ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് 2 ബസ്സാണ് കയറേണ്ടി വന്നത്. ഒന്ന് കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പും, തളിപ്പറമ്പിൽ നിന്ന് പയ്യാവൂരും. പയ്യാവൂർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് എപ്പോഴും ജീപ്പ് സർവീസ് അവൈലബിൾ ആണ് കുന്നത്തൂർപ്പാടിയിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഏകദേശം 5-5.5-6 മണിക്കൂർ എടുത്ത് കണ്ണൂരിൽ നിന്ന് കുന്നത്തൂർപ്പാടി എത്താനായിട്ട്, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി. അവിടുന്ന് പിന്നെ ഫാമിലി എല്ലാവരോട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. അവിടെ ചെറിയ ചെറിയ കുറേ തട്ടുകടകളുണ്ട്. തട്ടുകടകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലായിടവും നോൺ വെജ് മാത്രമേ കിട്ടത്തുള്ളൂ. നോൺ വെജ് എന്ന് പറഞ്ഞാൽ പോർക്ക്, മുയലിറച്ചി, കാടക്കോഴി, നോർമൽ ചിക്കൻ, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ഫുഡ്. പിന്നെ പൊറോട്ട, ചപ്പാത്തി, അരിപ്പത്തിരി, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പം ഇതൊക്കെ കഴിച്ചാണ് എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ കരുതും അമ്പലത്തിൽ പോകുന്നതിന് ഇങ്ങനെയൊക്കെ നോൺ വെജൊക്കെ കഴിച്ച് കുഴപ്പമൊന്നുമില്ലയോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കരുതാം. പക്ഷേ ആ അമ്പലത്തിൻ്റെ ഒരു രീതി വെച്ച് ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ആചാരമല്ല രീതി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അമ്പലം സ്റ്റെപ്പൊക്കെ കയറാൻ തുടങ്ങി. അങ്ങനെ നല്ല ക്രൗഡായിരുന്നു. ഏകദേശം 11-12 മണി ആ ഒരു സമയമൊക്കെ ആയി രാത്രി. ആ ഒരു സമയത്തും ഭയങ്കര ക്രൗഡ്. ഈ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു വെള്ളാട്ട് കഴിഞ്ഞ് ആ വെള്ളാട്ടൊക്കെ കണ്ട് ദർശനം കിട്ടിയ ആൾക്കാരാണ് ഈ പോകുന്നത്. അങ്ങോട്ട് പോകുന്നതാണ് ഞങ്ങൾ പോലത്തെ ആൾക്കാർ, ദർശനം കിട്ടാനും നെക്സ്റ്റ് അടുത്ത വെള്ളാട്ടൊക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ഓൾറെഡി അവിടെ ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളാട്ടൊക്കെ തുടങ്ങി ഏകദേശം തീരാറൊക്കെ ആയി നിൽക്കുന്നൊരു സമയമാണ്. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു നോക്കും. ഓക്കെ. ഗൈസ്, ഇതാണ് ആ ഒരു ഏരിയ മൊത്തം. ഇതെന്ന് പറഞ്ഞാൽ ഒരു കാടിൻ്റെ നടുക്കാണ് ഈ ഒരു അമ്പലം സ്ഥിരീകരിക്കുന്നത്. ഈ ഒരു ഉത്സവ സമയം ആകുമ്പോഴത്തേക്കാണ് ഇവിടെ ഫുള്ള് വൃത്തിയാക്കി ക്ലീനാക്കി എല്ലാം ഇതാക്കുന്നത്. അതുവരെ ഇത് ഫുള്ള് കാടായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് ഉത്സവം കഴിഞ്ഞാലും പഴയതുപോലെ ഇത് കാട് പോലെ ആവും. ഈ നിൽക്കുന്ന ലൈൻ ഫുള്ള് ഇത് ദർശനത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. പിന്നെ ഞങ്ങളും ലൈനിൽ നിൽക്കുക ദർശനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ദർശനം എല്ലാം കിട്ടി. വെളുപ്പിനത്തെ ഒരു 3-3:30 ആയി എല്ലാം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ.